കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമായിരുന്നു ഫലത്തിൽ UDF നിന്നിരുന്നത്. ഇത് 2018 പ്രളയകാലം, അതിനുശേഷമുള്ള അവസ്ഥ എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും UDF തയ്യാറായിരുന്നില്ല. ഇത്തവണ വേറൊരു സ്ഥിതിയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഒന്നിച്ച് കേരളത്തിന്റെ ആവശ്യം ഉയർത്തി. പച്ച നുണ ആ എംപിമാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് അത് കൃത്യമായി നടത്തിയില്ല കേരളം. ശുദ്ധ നുണ. മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കത്തക്ക രീതിയിൽ ആ പരിപാടി നടത്തിയവരാണ് നമ്മൾ. അത് കൃത്യസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതുമാണ്. ഇതാണ് നമ്മളോടുള്ള മനോഭാവം. കേരളത്തിലെ ജനങ്ങളോട് ശത്രുതാഭാവം. എന്തുകൊണ്ട്? നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല, BJPയെ കേരളം അംഗീകരിക്കുന്നില്ല, അപ്പോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. 2018 തകർത്തടിഞ്ഞ കേരളം ഒരു ചില്ലിക്കാശ് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. ഞങ്ങളന്ന് പറഞ്ഞു, തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. കാരണം ഈ നാടിൽ അതിജീവിച്ചേ പറ്റൂ. ആ അതിജീവനത്തിന് നാം ഒന്നിച്ചിറങ്ങണം. പിന്നെ എന്താ കണ്ടത്? രാജ്യവും ലോകവും അത്ഭുതാതരങ്ങളോടെ നമ്മളെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ രീതിയിൽ പുനരുദ്ധരിക്കാൻ, പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ആശ്ചര്യത്തോടെ പലരും ചോദിച്ചത്. അത് നമുക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും, ആ നാടും ജനങ്ങളും കാണിക്കുന്ന ഒരുമയും ഐക്യവും അതിന്റെ മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചുവർമല ദുരന്ത ബാധിതരെ അന്തസ്സോടെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സഹായം വേണമെന്ന് ഞങ്ങൾ പറയും. സഹായം തരാത്ത സമീപനമാണ് സ്വീകരിക്കുന്നെങ്കിലും ഈ പറഞ്ഞ ടൗൺഷിപ്പും മറ്റ് പുനരധിവാസവും മറ്റെല്ലാ കാര്യങ്ങളും അതേപോലെ നടത്തിയിരിക്കും. കാരണം അത് ഞങ്ങൾ പറഞ്ഞതാണ്, പറയുന്നത് നടപ്പാക്കാനാണ് LDF സർക്കാർ നിലകൊള്ളുന്നത്.